അന്വേഷണത്തിലൂടെ എല്ലാം തെളിയുമെന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT കസ്റ്റഡിയിൽ തുടരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പ്രതികരണം. ഒന്നും പറയാനില്ല. അന്വേഷണത്തോടെ എല്ലാം പുറത്തു വരും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം കിളിമാനൂരിലെ വീട്ടിൽ SIT പരിശോധന നടത്തുകയാണ്. തട്ടിയെടുത്ത സ്വർണം എവിടെയെന്ന് കണ്ടെത്താനാണ് രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നത്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും കിളിമാനൂരിൽ നിന്ന്. റിനു, ഇപ്പോഴും SIT സംഘം വീട്ടിൽ തുടരുകയാണോ? എന്തെങ്കിലും രേഖകൾ അവർ ശേഖരിച്ചിട്ടുണ്ടോ പരിശോധനയുടെ ഭാഗമായി? വിജയകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോട് കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം ഈ കിളിമാനൂർ പുളിമാത്തുള്ള വീട്ടിൽ പരിശോധന ആരംഭിച്ചത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഏകദേശം 7 മണിക്കൂറോളം പിന്നിടുകയാണ്. പ്രധാനമായും ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനധികൃതമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത് സമ്പാദിച്ചോ എന്നടക്കം, ഒപ്പം ഇദ്ദേഹം ഈ ഹൈക്കോടതിയുടെ ഉത്തരവിന്മേൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ഈ കേസ് എടുക്കുന്നതിന് തൊട്ടു മുമ്പ്, അതായത് ഈ സ്വർണ്ണപ്പാളി മോഷണം പോയി എന്നുള്ളത് പുറത്തു വന്നതിനു ശേഷം ഇദ്ദേഹം ഹൈദരാബാദിലേക്ക് ഒരു യാത്ര നടത്തി. അത് എന്തിനായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള യാത്രാരേഖകളൊക്കെ തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ്. ഒരു തരത്തിലും അന്വേഷണത്തോട് സഹകരിക്കുന്ന സാഹചര്യം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധനയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് അന്വേഷണ സംഘം നോക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, മെഡിക്കൽ പരിശോധനയ്ക്ക്, വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. അപ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അന്വേഷണത്തിലൂടെ എല്ലാം തെളിയും എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, റാന്നി കോടതിയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരുമ്പോഴും ഇതേ പ്രതികരണം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത്. അന്വേഷണത്തിലൂടെ എല്ലാം തെളിയും, തന്നെ കുടുക്കിയതാണെന്ന് അടക്കമുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. എന്തായാലും നിലവിൽ അന്വേഷണം ഏകദേശം 7 മണിക്കൂർ പൂർത്തിയാക്കും പരിശോധന. ഇനി അല്പസമയത്തിനകം ഉദ്യോഗസ്ഥരടക്കം പുറത്തേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത്. എന്തായാലും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പരിശോധന തുടരുമ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഈഞ്ചക്കലിന്റെ ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലും അവിടെ നടക്കുകയാണ്. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.